എയർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് +2 ക്ലാസ്സിലെ 4th യൂണിറ്റിലെ 3rd ചാപ്റ്ററാണ് ആത്മിക ചേഹര. അത് പോയമാണ്. എഴുതിയത് കുംവർ നാരായൺ. അദ്ദേഹത്തിൻ്റെ പേരൊന്നുകൂടെ ഓർത്ത് വെച്ചേക്കുക, കുംവർ നാരായൺ. ചേഹര എന്ന് വെച്ചാൽ മുഖം, പോയമാണ് ആത്മിക ചേഹര. കേട്ടോ, വായിക്കാൻ നോക്കിയിരിക്കേ. കൂലി പുക്കാർത്തെ ഹി कोई मेरे अंदर चौंका, एक आदमी आकर खड़ा हो गया मेरे पास. പാസ് എന്ന് വെച്ചാൽ അടുത്ത്, ഖഡഹോന നിൽക്കുക, ആത്മി മനുഷ്യൻ, ചൗങ്കിന ഞെട്ടുക, അന്തർ അകത്തെ, പുക്കാർന വിളിക്കുക. ഇനി നോക്കി, കൂലി പുക്കാർത്തെ ഹി കോയി മേരെ അന്തർ ചൗങ്ക. കവി പറയുന്നു, കൂലി എന്ന് വിളിച്ചപ്പോൾ, മേരെ അന്തർ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ, ചൗങ്ക ആരോ ഒന്ന് ഞെട്ടി, ഏക ആത്മീയാക്കർ കടാ ഹോ ഗയാ മേരെ പാസ്. ആ മനുഷ്യൻ എൻ്റെ മുന്നിൽ വന്ന് നിന്നു. കവി എന്താ പറഞ്ഞേ? കൂലി എന്ന് വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ ഒന്ന് ഞെട്ടി, ആ മനുഷ്യൻ എൻ്റെ മുൻപിൽ വന്ന് നിന്നു. സാമാൻ സിർ പർ ലാദേ മേരെ സ്വാഭിമാൻ സേ 10 कदम आगे बैठने लगा वह, जो कितनी ही यात्राओं में टो चुका था मेरा सामान. നോക്കേ, സിർ എന്ന് വെച്ചാൽ തല, ലാദിന ചുമക്കുക, 10 കദം 10 അടി, ആകെ മുന്നിലെ, ബെട്ന മുന്നേറുക, യാത്ര യാത്ര, അതൊക്കെ അറിയാവുന്നതാണ്. നോക്കിയേ, സാമാൻ സിർ പർ ലാദേ, സാധനങ്ങൾ തലയിലേറ്റിക്കൊണ്ടേ, മേരാ സ്വാഭിമാൻ സേ 10 കദം ആകെ ബെട്ന ലഗ വഹ, അതായത് സാധനങ്ങൾ തലയിലേറ്റിക്കൊണ്ട് അല്ലെ ചുമന്നുകൊണ്ട് അയാൾ എന്നേക്കാൾ എത്രയാ 10 കദം 10 ചുവടെ മുന്നിൽ നടക്കുവാൻ തുടങ്ങി. അതായത് ആത്മാഭിമാനിയായ കവി എന്ത് ചെയ്തു? കൂലിയോടൊപ്പം നടക്കാൻ താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം കൂലിയേക്കാൾ 10 ചുവട് പിറകിലാണ് നടന്നിരുന്നത്. അല്ലേ, കവി സ്വാഭിമാനിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ പാവപ്പെട്ട മനുഷ്യൻ്റെ കൂടെ നടക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് കൂലിയേക്കാൾ 10 ചുവട് പിറകിലായിരുന്നു കവി നടന്നത്. എന്ന് പറയുന്നത്, ജോ കിത്തനി ഹി യാത്രാവുമേം ഡോ ചുഗാദ മേരാ സാമാൻ. ഇതിനു മുൻപേ എത്രയോ യാത്രകളിൽ എൻ്റെ സാധനങ്ങൾ ആ മനുഷ്യൻ ചുമന്നിട്ടുണ്ട്. അതായത് എത്രയോ യാത്രകളിലെ കവിയുടെ സാധനങ്ങളിലെ ലഗേജെല്ലാം ആര് ചുമന്നിട്ടുണ്ട്? ആ പാവപ്പെട്ട കൂലി ചുമക്കുകയും ചെയ്തിട്ടുണ്ട്. मैंने उसके चेहरे से उसे कभी नहीं पहचाना, केवल उस नंबर से जाना जो उसकी लाल कमीज पर टंगा होता. അതായത് ചേഹര മുഖം, പഹച്ചാന തിരിച്ചറിയുക, കഫി ഒരിക്കലും, നമ്പർ തന്നെയാണ്, ലാൽ ചുമപ്പേ കമീസ് ഷർട്ട്. നോക്കിയേ, മേനെ ഉസ്കെ ചേഹരെ സേ ഉസേ കഫി നഹീം പഹച്ചാന. കവി പറഞ്ഞു, ഞാൻ ഒരിക്കലും അയാളുടെ മുഖം തിരിച്ചറിഞ്ഞില്ല. പിന്നെ നോക്കിയേ, അയാളുടെ ലാൽ കമീസിലെ, അയാളുടെ ആ ചുമന്ന ഷർട്ടിലെ അല്ലെ ഉടുപ്പിലെ തുന്നി പിടിപ്പിച്ചിരിക്കുന്ന എന്താണ് നമ്പർ കൊണ്ട്, അത് ആ നമ്പർ കൊണ്ട് മാത്രമാണ് അയാളെ ഞാൻ തിരിച്ചറിയുകയും ചെയ്തത്. അതായത് ആ മനുഷ്യൻ്റെ മുഖം കണ്ടല്ല കവി അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഷർട്ടിലെ ചുമന്ന കളറിലെ ഷർട്ടിലെ തുന്നി ചേർത്തിട്ടുള്ള ആ ഒരു നമ്പർ കണ്ടാണ് കവി അയാളെ തിരിച്ചറിയുകയും ചെയ്തത്. ആജ് ഇന്ന് ജബ് അപനാ സാമാൻ ഖുദ് ഉടായ ഏക ആത്മിക ചേഹര യാദ് ആയ. യാദ് ഓർമ്മ, ചേഹര മുഖം, ആത്മി മനുഷ്യൻ, ഖുദ് സ്വയം. ആജ് എന്ന് വെച്ചാൽ ഇന്ന്. ആജ് ജബ് അപനാ സാമാൻ ഖുദ് ഉടായ. ഇന്ന് കവി തൻ്റെ സാധനങ്ങൾ സ്വയം എടുത്തപ്പോൾ അദ്ദേഹത്തിന് കൂലിയെ കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം ആ കൊണ്ടുവന്ന സാധനങ്ങൾ സ്വയം ചുമന്നപ്പോൾ എന്നൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട്, പ്രയാസം അപ്പോഴാണ് കവി തിരിച്ചറിയുകയും ചെയ്തത്. അതുകൊണ്ട് ഏകാത്മിക ചേഹര യാദ് ആയ, അപ്പോഴാണ് ആ മനുഷ്യൻ്റെ മുഖം കവിയുടെ ഓർമ്മയിലേക്ക് എത്തിയത്. അല്ലേ, സാധനങ്ങൾ സ്വയം ചുമന്നപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട്, പ്രയാസം കവിക്ക് ഉണ്ടായി. ആ സമയത്ത് കവി ആ കൂലിയെ ഓർക്കുകയും ചെയ്തു. അതാണ് പാഠഭാഗം കേട്ടോ. കൊച്ചിൽ പോയമായിരുന്നു, നല്ലതുപോലെ വായിച്ച് വയ്ക്കണം കേട്ടോ. അതിൻ്റെ അപ്രിസിയേഷനും അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തരാം. ശരിക്കും വായിച്ച് പഠിക്കുക വയ്ക്കുക, പഠിക്കണം നല്ലപോലെ. ലാസ്റ്റ് പോയമാണ്, അതുകൊണ്ട് അത് വായിച്ച് പഠിച്ച് വെച്ചിരിക്കുക കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ഒന്ന് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.